കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ അതിപിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം നടപ്പാക്കണമെന്നും ബോർഡ് കോർപ്പറേഷനുകളിൽ സമുദായ അംഗങ്ങൾക്ക് പരിഗണന നൽകണമെന്നും ഓൾ ഇന്ത്യ വീരശൈവ സഭ സംസ്ഥാന ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പാലക്കാട് ജില്ലയുടെ ശബ്ദം തെക്കൻ രാജ്യത്തുള്ള തെക്കൻ ജില്ലകളിലുള്ള വീരശൈവ സമുദായത്തെ നയിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാർ എന്ത് പറയുന്നുവോ അതിനൊരു തെല്ല് വ്യത്യാസമില്ലാതെ യാതൊരു എതിർപ്പുമില്ലാതെ ആ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ സമുദായത്തിന്റെ പാലക്കാട് ജില്ലയിൽ എൻ്റെ പ്രദേശങ്ങളിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഈ വീരശൈവ സഹോദരങ്ങൾക്കും വേണ്ടി ആ നേട്ടത്തിന് വേണ്ടി യാതൊരു രീതിയിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ അതിന്റെ യോജിപ്പ് കുറവോ ഒന്നുമില്ലാതെ തിരുവനന്തപുരത്ത് പല പരിപാടികൾക്കും സ്വന്തമായി കയ്യിൽ നിന്ന് കാശെടുത്ത് അവിടെ പോയി സമരത്തിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുള്ള ചരിത്രത്തിൽ അതിന്റെ ഭാഗവാക്കായി എനിക്കും പങ്കെടുക്കുവാൻ ചില കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് വിസ്മരിക്കാനാണ്. സമുദായത്തിന്റെ രക്ഷാധികാരി കെ പഴനിയാണ്ടി അധ്യക്ഷത വഹിച്ചു. ആർ രവി കഞ്ചിക്കോട് മുഖ്യാതിഥിയായി. സമുദായത്തിലെ എല്ലാ ഉപവിഭാഗങ്ങളെയും ചേർത്ത് ഒറ്റ നാമധേയത്തിൽ വീരശൈവ എന്ന ജാതി സർട്ടിഫിക്കറ്റ് നൽകുക, സമുദായത്തിലെ എല്ലാ ഉപവിഭാഗങ്ങളെയും കേന്ദ്ര OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഇതു സംബന്ധിച്ച മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകും. മലമ്പുഴ ആണ്ടിമഠം പാഞ്ചാലിയമ്മൻ ഹാളിൽ സി മുരുകൻ അനുസ്മരണ സമ്മേളനവും നടന്നു. പ്രസിഡന്റിന്റെ ഒഴിവിലേക്ക് മുതിർന്ന സമുദായ അംഗമായ കെ പഴനിയാണ്ടിയെ നോമിനേറ്റ് ചെയ്തു. ശിവശങ്കരൻ ആറാണി, എ പ്രദീപ് കുളപ്പുള്ളി, കെ രമേഷ് ബാബു, എൻ കുട്ടൻ കണ്ണാടി, VP ലതിക, എ സംഗീത എന്നിവർ പ്രസംഗിച്ചു. ഓഗസ്റ്റിൽ സംസ്ഥാനതല പ്രതിഭാ പുരസ്കാരം 2026 പാലക്കാട് വെച്ച് നടത്താൻ തീരുമാനിച്ചു. UTV ന്യൂസ്, പാലക്കാട്.